സൂര്യപ്രകാശമേറ്റ പാടെ ആ മനുഷ്യന്റെ ശരീരം ആളിപ്പടർന്നു. നിമിഷങ്ങൾക്കകം അത് സഹിക്കാനാവാതെ വന്നപ്പോൾ ജോൺ വേഗം സ്വിച്ചമർത്തി തീയണച്ചു. ഒരു വാമ്പയറിനെ ഹ്രസ്വമായ സൂര്യപ്രകാശത്തിലൂടെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയുമോ എന്നറിയാനുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. ജോൺ ഒരു മെറ്റൽ കണ്ടെയ്നറിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം മൈക്കിനു നേരെ പ്രതിഫലിപ്പിച്ചു. തീ അണയ്ക്കാനായി മുകളിൽ ഒരു എക്സ്ഹോസ്റ്റ് ഫാനും സജ്ജീകരിച്ചിരുന്നു. 2 റൗണ്ട് പരീക്ഷണങ്ങൾക്ക് ശേഷം നിശ്ചലമായിരുന്ന ഹൃദയമിടിപ്പ് മോണിറ്റർ ചെറിയൊരു ചലനം കാണിച്ചു. മൈക്കിന്റെ ഉള്ളിൽ പ്രതീക്ഷയുണർന്നു. കാരണം വാമ്പയർമാർക്ക് ഹൃദയമിടിപ്പുണ്ടാകാറില്ല. 3ാമത്തെ പരീക്ഷണത്തിൽ മൈക്ക് അതികഠിനമായ വേദനയും പൊള്ളലും സഹിച്ചു. തീ അണച്ചപ്പോൾ അവൻ തളർന്ന് നിലത്തു വീണു. സാവധാനം അവന്റെ കണ്ണുകളിലെ സ്വർണ്ണ നിറം മാറി കറുപ്പായി. മോണിറ്റർ ഒരു മനുഷ്യന്റേതുപോലുള്ള ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തി. ജോണിന്റെ നിഗമനം ശരിയായിരുന്നു. കൃത്യമായ അളവിലുള്ള സൂര്യപ്രകാശം ഒരു വാമ്പയറെ മനുഷ്യനാക്കി മാറ്റും. പെട്ടെന്നാണ് ഒരു കൂട്ടം വാമ്പയർ സൈനികർ അവിടേക്ക് അതിക്രമിച്ച് കയറിയത്. അവർ 3 പേരും ഒരു വലിയ വീഞ്ഞെണ്ണത്തിനകത്തൊളിച്ചാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. സൈനികർ പോയ ശേഷം മൈക്ക് പുറത്തിറങ്ങി. വർഷങ്ങളോളം ഇരുട്ടിൽ തളച്ചിടപ്പെട്ട അവന് ഒടുവിൽ തന്റെ ചർമ്മത്തിൽ സൂര്യന്റെ സ്പർശനം വീണ്ടും അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നാൽ മറ്റുള്ളവർ അത്ര ഭാഗ്യവാന്മാരായിരുന്നില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മനുഷ്യരെ വാമ്പയർ സൈനികർ പതിയിരുന്ന് ആക്രമിക്കുകയും മയക്കുവെടിവയ്ക്കുകയും ചെയ്തു. തടവിലാക്കപ്പെട്ടവരിൽ ഒരാൾ ഒരു പ്രത്യേക പെൺകുട്ടിയായിരുന്നു. രക്തക്കമ്പനി മുതലാളിയുടെ മകൾ. വാമ്പയർ ആകാൻ വിസമ്മതിച്ച് ഓടിപ്പോയതായിരുന്നു അവൾ. വാമ്പയറുകൾ പരിണാമത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്ന അയാൾ അവളെ ഒരു മുറിയിൽ തടവിലാക്കി ബലമായി വാമ്പയറാക്കി മാറ്റി. പക്ഷേ തന്റെ മകളുടെ മനക്കരുത്തിനെ അയാൾ വേണ്ടവിധം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ കഥയുടെ അടുത്ത ഭാഗത്തിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.